സഹോദരന്മാരെ, എന്താണ് ആ ഹദീസിന്റെ ആകത്തുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടുന്ന് പഠിപ്പിച്ചു, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ജൂത നസ്വാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ശപിക്കാനുള്ള കാരണം എന്താ? ആ ജൂത നസ്വാറാക്കൾ ചെയ്തത് അവരിലേക്ക് അല്ലാഹു പറഞ്ഞയച്ച പ്രവാചകന്മാരുടെ ഖബറിടം, അവർ വഫാത്തായതിനു ശേഷം അവരുടെ ഖബറിടം ആ ജൂതന്മാരും നസ്വാറാക്കളും എന്തു ചെയ്തു? മസാജിദ ഇത്തഖദു, അവരാക്കി. എന്താക്കി? മസാജിദ, അതിനെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വചനമാണിത്. അതിന്റെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ കാണാം. ഖാതലല്ലാഹുൽ യഹൂദ, ജൂതന്മാരെ അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ മസാജിദ, സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി. ഇതേ അർത്ഥത്തിൽ 6, 7, 8 അല്ലെങ്കിൽ അതിലേറെ റിപ്പോർട്ടുകൾ വായിക്കാനുണ്ട്, ഉദ്ധരിക്കാനുണ്ട്. ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. ആശയത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്നറിയോ? അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരെ അല്ലാഹു ശപിക്കാനുള്ള കാരണം എന്താ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി. ഇതുകൊണ്ടാണ് അല്ലാഹു അവരെ ശപിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ഹദീസ് നിങ്ങൾ ചിന്തിക്കണം. ഈ ഹദീസ് സുന്നികളായ നമ്മൾ മഖാമുകളിൽ, മഖ്ബറകളിൽ പോയി നമ്മൾ അവിടെ വെച്ച് ദുആ നടത്തുന്നു, അവിടെ വെച്ച് ബറക്കത്തെടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ വെച്ച് യാസീൻ ഓതുന്നു, അവിടെ വെച്ച് ഇഖ്ലാസ് മുഅവ്വിദത്തൈനി പാരായണം ചെയ്യുന്നു, അവിടെ വെച്ച് ദുആ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ അവിടെ വെച്ച് ചെയ്യുന്ന സുകൃതങ്ങൾക്ക് എതിരാണ് ഈ ആയത്ത് എന്ന് സമർത്ഥിക്കാനാണ് കേരളത്തിലെ മുജാഹിദുകൾ എല്ലായിടത്തും ശ്രമിക്കാറുള്ളത്. വാഴക്കാട്ടും ശ്രമിച്ചത് അത് തന്നെയാണ്. ബുദ്ധിയുള്ളവരോട് ഞാൻ ചോദിക്കുന്നു, ഈ ഹദീസ് എങ്ങനെയാണ് സുന്നികൾ ചെയ്യുന്ന ആചാരങ്ങൾക്ക് എതിരാവുന്നത്? ഈ ഹദീസിൽ ആരംഭ റസൂല് പറഞ്ഞതെന്താ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അംബിയാക്കളുടെ ഖബറുകളെ അവര് സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി. സുന്നികളായ ഞങ്ങൾ ആരെങ്കിലും, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ആരെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ അംബിയാക്കളുടെ ഖബറുകൾ അവിടെ പോയി സുജൂദ് ചെയ്യണം, അത് സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കണം എന്ന് പറഞ്ഞ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതൻ, ലോകത്ത് കഴിഞ്ഞു പോയ വിശ്വാസികളിൽ 14 നൂറ്റാണ്ട് കാലത്തെ ഇമാമുമാരിൽ ഏതെങ്കിലും ഒരു ഇമാമ് ഇന്നേ വരെ എഴുതി വെച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? അഹ്ലുസുന്ന പ്രസ്ഥാനം അത് പറഞ്ഞിട്ടുണ്ടോ? അംബിയാക്കളുടെയും ചില റിപ്പോർട്ടുകളിൽ വസ്വാലിഹീഹിം, അവരുടെ സ്വാലിഹായ സൽവൃത്തരായ ആളുകൾ, അവരുടെയും ഖബറുകളെ നിങ്ങൾ ചെന്ന് സുജൂദിന്റെ കേന്ദ്രം ആക്കണം എന്ന് അല്ലാഹുവിന്റെ സുന്നികളായ നാം, വിശ്വാസികളായ നാം, അഹ്ലുസുന്ന പ്രസ്ഥാനം ഏതെങ്കിലും വിശ്വാസികളോട് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. മഹാത്മാക്കളുടെ ഖബറിടം നിങ്ങൾ ഇത് പഠിക്കണം. എല്ലായിടത്തും മുജാഹിദുകൾ ചെയ്യുന്ന ഒരു വേലയാണിത്. മഹാത്മാക്കളുടെ, അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറിടം സുജൂദിന്റെ കേന്ദ്രമാക്കണമെന്ന് ഏതെങ്കിലും ഒരു സുന്നി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? അഹ്ലുസുന്ന പ്രസ്ഥാനം ഏതെങ്കിലും കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? അഹ്ലുസുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഇന്നുമുണ്ടല്ലോ. ആരെങ്കിലും ആ മഹാത്മാക്കളുടെ മഖ്ബറകൾ അത് സുജൂദിന്റെ കേന്ദ്രമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് ആക്കരുതെന്നും അത് ചെയ്യരുതെന്നും അത് പാടില്ലെന്നും
പച്ചയായി വ്യക്തമായി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഫത്ഹുൽ മുഈൻ ഉൾപ്പെടെയുള്ള സർവ്വ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും. അതുകൊണ്ട് അവരോതിയ 7 അല്ല 700 ഹദീസ് ഓതിയിട്ടും കാര്യമില്ല. അതിലൊക്കെ പറയുന്ന വിഷയം എന്താ? മഹാത്മാക്കളുടെ മക്ബറയിൽ സുജൂദിന്റെ കേന്ദ്രമാക്കരുത്, അവിടെ നിസ്കരിക്കരുത്, ആ ഖബറിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കരുത്, ആ ഖബറുകളുടെ മുകളിൽ നിസ്കരിക്കരുത്. ഇമാമുമാര് അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഹദീസിന്റെ അർത്ഥം. ഇതല്ല അതിന്റെ അർത്ഥം എന്ന് പറയാൻ കഴിയുന്ന ഏതെങ്കിലും മുജാഹിദുകൾ, വാഴക്കാടുള്ള 8 or 10 ഗ്രൂപ്പുകളുള്ള മുജാഹിദുകളിൽ ഏതെങ്കിലും മൗലവിമാരോ അനുഭാവികളോ ആളുകളോ ഉണ്ടെങ്കിൽ അവർക്ക് കടന്നു വരാം. ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അവരെ ഞങ്ങൾ ഈ മുഖാമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാണിക്കാൻ കഴിയോ? ഇല്ലേ ഇല്ല. അമ്പിയാക്കളുടെയും സാലിഹുകളുടെയും ഖബറിടത്തെ സുജൂദിന്റെ കേന്ദ്രമാക്കരുത്, ആ ഖബറിങ്കൽ പോയി നിസ്കരിക്കരുത്, അവിടേക്ക് തിരിഞ്ഞു നിസ്കരിക്കരുത്. ഇതല്ലേ ആ ഹദീസിന്റെ അർത്ഥം? ഇത് പറയാത്ത ഇമാമുമാരുണ്ടോ? അതുകൊണ്ട് ഈ ഹദീസ് ഓതിയിട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആചാരങ്ങൾ, സുന്നികൾ മഖ്ബറകളിൽ പോയി ചെയ്യുന്ന കർമ്മങ്ങൾ അത് അനാചാരമാണെന്നും അത് ശിർക്കാണെന്നും അത് കുഫ്റാണെന്നും പറയാൻ ലോകത്ത് വിവരമുള്ള ഒരു വ്യക്തിക്കും കഴിയില്ല. അതുകൊണ്ട് മുജാഹിദുകൾ ഈ ഹദീസ് ഓതി മുസ്ലിമീങ്ങൾക്ക് ഈ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ മുജാഹിദുകൾക്ക് ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്ത് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കേണ്ടതില്ല എന്നാണ് ഒന്നാമതായി പറയാനുള്ളത്. ഇനി അവിടെ ഒരു പ്രശ്നം, അതെന്താ? പുത്തമ്പള്ളി പോലെ അല്ലെങ്കിൽ മമ്പുറം മക്കാമ് പോലെ അങ്ങനെയുള്ള ഒരുപാട് മക്കാമുകൾ, ആ മക്കാമുകളോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് അതിനോട് അടുത്തായി ചില സ്ഥലങ്ങളിലൊക്കെ പള്ളികളുണ്ട്. മക്കാം ഒരു ഭാഗത്തുണ്ട്, ഇപ്പുറത്ത് പള്ളിയുണ്ട്. ഏതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് ജാറം മദീനത്തെ പള്ളിയിലുണ്ട്, തൊട്ടുരുമ്മി മസ്ജിദുൻ നബവിയും ഉണ്ട്. നമുക്കറിയാം, ഇങ്ങനെ പള്ളി ഉണ്ടാക്കുന്നത് തെറ്റാണോ? അത് പാടുണ്ടോ? അത് ഈ ഹദീസിന്റെ പരിധിയിൽ പെടുമോ? ചിന്തിക്കേണ്ടതല്ലേ? ഞാൻ പറയുന്നില്ല, പൂർവകാല പണ്ഡിതന്മാർ പറയട്ടെ. ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചപ്പോ അതിന്റെ വിശ്രുത വ്യാഖ്യാതാവ് ഹാഫിളുദ് ദുനിയാ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹാഫിള് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവർ രചിച്ച ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി. ഈ ഗ്രന്ഥത്തിൽ പറയുന്നു എന്താണ് ജൂതന്മാർ ചെയ്തത്. ഇമാം ഖാദി ബൈളാവിയിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നു, ലമ്മാ കാനത്തിൽ യഹൂദു വൻ നസ്വാറ, ജൂതന്മാരും നസാറക്കളും അവർ ചെയ്തതെന്താ? യസ്ജുദൂന ലിഖുബൂരിൽ അംബിയാഇ, അംബിയാക്കളുടെ ഖബറുകൾക്ക് അവർ സുജൂദ് ചെയ്യുകയായിരുന്നു. അതിനെ സുജൂദിന്റെ കേന്ദ്രമാക്കി. തഅലീമൻ ലിശൈനിഹിം, അവരുടെ കാര്യത്തെ ബഹുമാനിച്ചുകൊണ്ട്, വയജഅലൂനഹാ ഖിബ്ലതൻ, അതിനെ അവർ ഖിബിലയാക്കി. അങ്ങനെ വത്തഖദൂഹാ ഔസാൻ യതവജ്ജഹൂന ഫിസ്സലാത്തി വനഹബിഹാ വത്തഖദൂഹാ ഔസാനൻ, അതിനെ അവർ ബിംബമാക്കി, വിഗ്രഹമാക്കി. ഇങ്ങനെ ചെയ്തപ്പോൾ ലഅനഹും, അല്ലാഹു അവരെ ശപിച്ചു. വമനഅൽ മുസ്ലിമീന അൻ മിസ്ലി ദാലിക, മുസ്ലിമീങ്ങളോട് അല്ലാഹു പറഞ്ഞു, അങ്ങനെ നിങ്ങളാക്കരുതേ, അമ്പിയാക്കളുടെ മഖ്ബറകളെ സുജൂദിന്റെ കേന്ദ്രമാക്കരുതേ, അതിനെ നിങ്ങൾ വിഗ്രഹമാക്കരുതേ, അരുതരുതേ, പാടില്ല എന്ന് അല്ലാഹു പഠിപ്പിച്ചു. അതേ അവസരത്തിൽ ഞാൻ പറയുന്നതല്ല, ഒരു മഹാനായ വ്യക്തി, ഒരു സാലിഹായ വ്യക്തി, ഒരു വലിയ അല്ലെങ്കിൽ ഒരു നബി, അവരുടെ മഖ്ബറയുടെ സമീപത്തായി ഒരാൾ ഉണ്ടാക്കിയാൽ മസ്ജിദൻ, ഒരു പള്ളിയെ ഉണ്ടാക്കി, ഫീ ജിവാരി സാലിഹിൻ, ഒരു സാലിഹായ മനുഷ്യന്റെ ആ സമീപത്ത് ഒരു പള്ളിയുണ്ടാക്കി. എന്നിട്ടോ അവരോടടുത്ത് നിന്ന് ആ മഹാന്റെ ബറക്കത്ത് അവൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ, ഇത് രണ്ടുമല്ല, ഇങ്ങനെ ചെയ്താൽ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശാപത്തിൽ അത് ഉൾപ്പെടുകയില്ല.
പറയുന്നതാരാ? ഇത് ഞങ്ങളല്ല, സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളല്ല, ഞങ്ങളുടെ ഉസ്താദുമാർ, നേരിട്ടുള്ള ഉസ്താദുമാരല്ല. സഹീഹുൽ ബുഖാരിക്ക് വിശ്രുതമായ വ്യാഖ്യാനം എഴുതിയ ഹാഫിളുദ്ദുനിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ഒരു ജാറം, ആ ജാറത്തിന്റെ സമീപത്ത് ഒരു പള്ളി ഉണ്ടാക്കി അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട്, അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ശാപകേന്ദ്രമല്ല കേട്ടോ. ശാപം കിട്ടണമെങ്കിൽ എന്തു വേണം? ആ ഖബറിനെ പോയി, ഖബറിങ്കൽ പോയി സുജൂദ്, അതിവിടെ പോയി നിസ്കരിക്കുക, അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക, അത് സുജൂദിന്റെ കേന്ദ്രമാക്കുക. അതാണ്, അങ്ങനെ ചെയ്യുമ്പോഴാണ് ശാപം കിട്ടുകയുള്ളൂ. മഖ്ബറയുടെ ഒരു മഹാനായ വലിയന്റെ സമീപത്ത് ആ ഒരു പള്ളിയുണ്ടാക്കി, ഒരു നിസ്കാര കേന്ദ്രമുണ്ടാക്കി, അവിടെ നിസ്കരിക്കുകയാണെങ്കിൽ ഈ ശാപത്തിൽ ഉൾപ്പെടുകയില്ല എന്ന് പറയുന്നത് ഫത്ഹുൽ ബാരിയിലാണ്, ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണ്. കഴിഞ്ഞോ? ഈ സഹീഹുൽ ബുഖാരിയുടെ വിശ്രുത വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണിത്. ഇതാ രണ്ടാമത്തെ ഗ്രന്ഥം ഉംദത്തുൽ ഖാരി. മഹാനവറുകൾ ഇതേ ആശയം പറഞ്ഞു. ഫഅമ്മാ മൻ ഇത്തഖദ മസ്ജിദൻ ഫീ ജിവാരി സാലിഹിൻ വഖസദ തബറുക ബിൽ ഖുർബി മിൻഹു. ഒരു മഹാനിന്റെ, ഒരു വലിയന്റെ ചാരത്ത് ഒരു പള്ളിയുണ്ടാക്കി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ അരികിൽ ഒരു പള്ളിയുണ്ടാക്കി, ആ പള്ളിയുടെ അരികിൽ അവിടെ അവരുടെ ബറക്കത്ത് കിട്ടണമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്താൽ ഫലാ യദ്ഖുലു ഫിൽ വഈദിൽ മദ്കൂർ, ആ ശാപത്തിൽ അവർ ഉൾപ്പെടുകയില്ല. ആ പള്ളിയിൽ നിസ്കരിക്കുന്നവരോ ആ പള്ളി ഉണ്ടാക്കിയവരോ ഉൾപ്പെടുകയില്ല. സഹീഹുൽ ബുഖാരിയുടെ മറ്റൊരു വിശ്രുത വ്യാഖ്യാന ഗ്രന്ഥമായ ഉംദത്തുൽ ഖാരിയാണ് ഞാൻ വായിക്കുന്നത്. മൂന്നാമത്തെ വ്യാഖ്യാന ഗ്രന്ഥം ഇതാ ഇർഷാദുസ് സാരി ലിശറഹി സഹീഹുൽ ബുഖാരി. അതിലും ഇത് തന്നെ പറയുന്നു. അമ്മാ മൻ ഇത്തഖദ മസ്ജിദൻ ഫീ ജിവാരി സാലിഹിൻ വഖസദ തബറുക. ഒരു സാലിഹായ, ഒരു വലിയായ വ്യക്തിയുടെ ഖബറിന്റെ അരികിൽ ഒരു പള്ളിയുണ്ടാക്കി എന്നിട്ട് ബറക്കത്ത് ഉദ്ദേശിച്ചാൽ ഫലാ യദ്ഖുലു ഫിൽ വഈദിൽ മദ്കൂർ, ഇല്ല, ഈ പറഞ്ഞ ശാപത്തിൽ അവൻ ഉൾപ്പെടുകയില്ല. ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് ഹബീബ് കോയ തങ്ങൾ പാപ്പ നമ്മുടെ മജ്ലിസിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങൾക്കറിയോ, ഇതാ വിദഗ്ധകളുടെ ആചാര്യൻ ആരാ? അവരുടെ നേതാവായി പറയുന്ന മുഹമ്മദ് അബ്ദുറഹ്മാനിൽ മുബാറക് ഫൂരി, അദ്ദേഹത്തിന്റെ തുഹഫത്തുൽ അഹ്വദിയാണ് എന്റെ കയ്യിൽ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തുഹഫത്തുൽ അഹ്വദിയിൽ അബ്ദുറഹ്മാനിൽ മുബാറക് ഫൂരി പറയുന്നത് എന്താണ് നോക്കൂ നിങ്ങൾ. ഒരാൾ അതാ ഒരു സാലിഹായ വലിയന്റെ ഖബറിന്റെ ചാരത്തൊരാൾ പള്ളിയുണ്ടാക്കി, ഔ സ്വല്ലാ ഫീ മഖ്ബറത്തിൻ, അല്ലെങ്കിൽ ഒരു മഖ്ബറയിൽ അവൻ നിസ്കരിച്ചു, ഖാസിദൻ ബിഹി അൽ ഇസ്തിൽഹാര ബി റൂഹിഹി ഔ ഉസൂലി അസരിൻ മിൻ ആസാരി ഇബാദത്തിഹി ഇലൈഹി. എന്റെ ഇബാദത്തിന്റെ ഒരു അസർ, ഒരു ഭാഗം, ഒരു അംശം അദ്ദേഹത്തിലേക്ക്, ഈ വലിയിലേക്ക് എത്തട്ടെ എന്ന് കരുതിക്കൊണ്ട് ആ വലിയന്റെ ചാരത്ത് വെച്ച് ഒരു പള്ളിയുണ്ടാക്കി അവിടെ വെച്ച് നിസ്കരിച്ചാൽ ഒരിക്കലും ഫലാ ഹറജ ഫീഹി, അതിൽ കുഴപ്പമില്ല, തെറ്റില്ല. അതിന് തെളിവ് പറയുന്നത് കേട്ടോളൂ. അലാ യുറാ, കാണുന്നില്ലേ, അന്ന മർകദ ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രം ഫിൽ ഹിജ്രി ഇസ്മാഈലിലാണ്. മക്കയിൽ കഅബാലയത്തിന്റെ ആ ഒരർത്ഥത്തിൽ ഉള്ളിൽ തന്നെ പെടുന്ന ഹിജ്രി ഇസ്മാഈലിലാണ് ഉള്ളത്. ഫിൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ പെട്ട സ്ഥലമാണല്ലോ. നോക്കൂ നിങ്ങൾ, അത് ഹറാമാകുന്നില്ലല്ലോ, അത് ശാപകേന്ദ്രമാകുന്നില്ലല്ലോ. മാത്രമല്ല വസ്സലാത്ത് ഫീഹി അഫ്ളലു, അവിടെ വെച്ച് നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമേറുന്നു. ഹിജ്രി ഇസ്മായിൽ വെച്ച് നിസ്കരിക്കൽ ഏറെ ശ്രേഷ്ഠതയുള്ള അമലാണെന്ന് നിങ്ങൾക്കറിയാം, നമുക്കറിയാം. അവിടെയാണ് ഇസ്മായിൽ നബിയുടെ ഖബറുള്ളത്. ഞാൻ പറയുന്നതല്ല. തുഹഫത്തുൽ അഹ്വദി ബിശറഹി ജാമിഉ തിർമിദി എന്ന ഗ്രന്ഥത്തിൽ അബ്ദുറഹ്മാൻ, അതാ മുഹമ്മദ് അബ്ദുറഹ്മാനിൽ മുബാറക് ഫൂരി അഹ്ലെ ഹദീസിന്റെ നേതാവാണ്. അദ്ദേഹം എഴുതി വെക്കുന്നു, നിഷേധിക്കാൻ കഴിയൂല. നമുക്കറിയാവുന്ന മിഷ്കാത്തുൽ മസാബിഹ്, ആ മിഷ്കാത്തുൽ മസാബിഹിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ മിർഖാത്തുൽ മഫാത്തിഹിൽ പറയുന്നു, ലഅനല്ലാഹു അൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു
ജൂതനസാറാക്കളെ ശപിച്ചിരിക്കുന്നു. അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയ കാരണത്തിനാൽ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസിൽ ഇല്ല പരിസരത്ത് ഒരു പള്ളിയുണ്ടാക്കി, ഒരു വലിയന്റെ, ഒരു നബിയുടെ, ഒരു മഹാന്റെ ചാരത്ത് പള്ളിയുണ്ടാക്കി, അവിടെ ഒരു നിസ്കാര ഹാൾ ഉണ്ടാക്കി, അവിടെ വെച്ച് നിസ്കരിച്ചാൽ അത് ഈ ശാപത്തിൽ പെടുകയില്ല. ഒരു സാലിഹായ വ്യക്തിയുടെ ജിവാറിൽ പള്ളിയുണ്ടാക്കി നിസ്കരിച്ചാൽ ഇല്ല, അത് ശാപകേന്ദ്രമാവുകയില്ല. ഞാനിവിടെ 5-6 വായിച്ചിട്ടുള്ളൂ, 100 വായിക്കാൻ കഴിയും. സഹോദരന്മാരെ, പറയൂ നിങ്ങൾ, പിന്നെ എങ്ങനെയാണ് ഇവർ ഉദ്ധരിച്ച ഈ 6, 7, 8, 10, 70 ഹദീസുകൾ, ഇതേ വിഷയത്തിൽ ഉദ്ധരിച്ച ഹദീസുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എങ്ങനെ എതിരാകും? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? എന്നിട്ട് അവരെ വക ഒരു അർത്ഥം വെക്കലും എന്താ? ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. എന്താ മസാജിദിന്റെ അർത്ഥം? ആരാധനാ കേന്ദ്രങ്ങളാക്കരുതേ. എന്തിനാ? നമ്മൾ ഓതുന്ന ഫാത്തിഹ സൂറത്ത്, നമ്മൾ ഓതുന്ന യാസീന്, നമ്മൾ ചെയ്യുന്ന മറ്റ് കർമ്മങ്ങൾ, അതൊക്കെ ശിർക്കിലും കുഫ്റിലും ലഅനത്തിലും പെടുത്താൻ വേണ്ടി അവർ നടത്തുന്ന കുൽസിത ശ്രമമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കിയിട്ടുണ്ടോ അത് ശാപമാണ്. അതായത് അംബിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ഖബറിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടോ ഖബറിന്റെ മുകളിലോ നിസ്കരിക്കാൻ പാടില്ല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ഈ വിഷയത്തിൽ 2 അഭിപ്രായമേ ഇല്ല. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? സൂറത്തുൽ കഹ്ഫ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാലോ, ആ സൂറത്തുൽ കഹ്ഫിൽ അൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഗുഹാവാസികളുടെ സംഭവം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അവർ